ഡയറ്റ് കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ മരുന്നുകളൊക്കെ നിർത്തില്ല. ആ സമയത്താണ് ഇത് കൂടുക കാര്യമായിട്ട്. കാരണം ആ സമയത്ത് ഇൻസുലിൻ്റെ അളവ് നന്നായിട്ട് കുറയും. നമ്മൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുന്ന മരുന്നുകളൊക്കെ കഴിച്ചിരുന്നവർ നിർത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷനോ ഗ്ലിയോപ്രൈഡൊക്കെ എടുത്തിരുന്നവർ അത് നിർത്തിയിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ബ്ലഡിൽ അതിൻ്റെ ഇഫക്റ്റ് കാണും. അതുകൊണ്ട് ഷുഗർ നന്നായിട്ട് കുറയും. പിന്നീട് ആ മരുന്നിൻ്റെ ഇഫക്റ്റ് കുറയുമ്പോൾ ഇൻസുലിനും കുറയും. ഇൻസുലിൻ കുറയുമ്പം ലിവറിനകത്തുള്ള ഫാറ്റും ഗ്ലൈക്കോജനും എല്ലാം പുറത്ത് വരും. അതിങ്ങനെ ഗ്ലിസറോളും ഒക്കെ ആയിട്ടാണ് വരിക. ആ സമയത്ത് ഷുഗർ സാധാരണ കൂടി കാണാറുണ്ട്. കുറേ കാലം കൊണ്ട് അത് പിന്നെ നോർമലാവുള്ളൂ. അപ്പോൾ അത് പിന്നെ കുറേ കഴിയുമ്പോഴപ്പോൾ എനിക്കൊക്കെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ 18-20 മാസത്തോളം ഡയറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോമ്പിന് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിച്ചിരുന്നു. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ചെറിയൊരു കൺട്രോളൊക്കെ വിട്ടിരുന്നു, പത്തിരിയും ജ്യൂസൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ബ്ലഡിനകത്ത് ഇൻസുലിൻ വളരെ കുറവാണ്. ഡയറ്റ് ചെയ്താലൊരു ഏറ്റവും വലിയ ബെനിഫിറ്റും അതാണ്. ഇൻസുലിൻ്റെ അളവ് നന്നായിട്ട് കുറയും. ഒരു 3-4 മൈക്രോയൂണിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഷുഗറിനെ ബ്ലഡിൽ നിന്ന് അങ്ങോട്ട് കളയാൻ ബുദ്ധിമുട്ട് വരും. ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കാർബോഹൈഡ്രേറ്റ് കുറേ കാലത്തേക്ക് ചെറിയ അളവിൽ പോലും കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും. അപ്പം കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് റിസ്ട്രിക്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എൻ്റെ പരിഹാരം. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഷുഗർ വീണ്ടും 200 120 തന്നെ എത്തി. അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു തുടങ്ങിയാൽ കുറഞ്ഞ അളവിലാണെങ്കിലും ബ്ലഡ് ഷുഗർ കൂടും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ പഴയ മാതിരി ആയി കിട്ടണമെങ്കിൽ ഈ പ്രായമുള്ളവർ, എനിക്കിപ്പോൾ 58 വയസ്സായില്ലേ, അങ്ങനത്തെ ഒരാൾക്ക് പഴയതുപോലുള്ളൊരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാൻക്രിയാസും ബീറ്റാ സെല്ലുകളൊക്കെ ആവണമെങ്കിൽ കുറേ കാലം ഡയറ്റ് ചെയ്യേണ്ടി വരും. അത്രയും കാലമൊക്കെ നമുക്ക് ചിലപ്പോൾ ആയുസ് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഈ ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഷുഗർ കൂടില്ല, ഗുളികേൻ്റെ ആവശ്യം വരില്ല, ഇൻസുലിൻ നോർമലിൽ നിൽക്കും വളരെ കുറഞ്ഞ അളവിൽ. അതുകൊണ്ട് ഇൻഫ്ലമേറ്ററി രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ബ്ലോക്കുകളൊന്നും വരാതെ അങ്ങനെ ഉണ്ടാകും. നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഡാമേജ്, അതൊക്കെയാണ് ഈ ഡയറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നതിനെ പറ്റി ഇനി അധികം ആലോചിക്കാക്കുക നല്ലത്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ രണ്ട് കൊല്ലമൊക്കെ ഡയറ്റ് ചെയ്താൽ ചിലപ്പോൾ പഴയതുപോലെ വളരെ ആക്റ്റീവായിട്ടുള്ള ബീറ്റാ സെല്ലുകളൊക്കെ തിരിച്ച് വരികയാണെങ്കിൽ ചിലപ്പം ചെറിയ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പറ്റും. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ആലോചിക്കാക്കുക നല്ലത്. നമുക്ക് രോഗമില്ലാതൊക്കെയാണല്ലോ പ്രധാനം. അതും ഒരു പരിഹാരമില്ലാത്ത വലിയ രോഗങ്ങളാണ്, കിഡ്നി ഫെയിലിയറുമായിട്ടുള്ള രോഗങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഡയറ്റ് തന്നെ തുടർന്ന് പോകുന്നതാണ്.